വാട്സ് പരിപാടി. ഇന്നത്തെ വീഡിയോ ലിക്വിമോളി MOS² ഓയിൽ അഡിറ്റീവിനെ പറ്റിയിട്ടാണ്. ലിക്വിമോളി ഈ പ്രൊഡക്റ്റ് വെച്ച് ഒരുപാട് ക്ലെയിമുകളാണ് കസ്റ്റമേഴ്സിന് മുന്നിൽ നീട്ടിവെച്ചിട്ടുള്ളത്. അതിൽ ചിലതാണ് ഓയിൽ ആൻഡ് ഫ്യൂൽ കൺസംഷൻ കുറയ്ക്കും, എഞ്ചിൻ വെയർ അഥവാ തേയ്മാനം കുറയ്ക്കും, പിന്നെ എഞ്ചിൻ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ സഹായിക്കും. ഇതെല്ലാം ഈ പ്രൊഡക്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വീഡിയോന്റെ ലാസ്റ്റ് നോക്കാം. ഇതിൽ അവർ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത പോലെ തന്നെ മോളിബ്ഡെനം ഡൈസൾഫൈഡ് അഥവാ MOS² ആണ് ഇതിലത്തെ മെയിൻ താരം. ഈ കെമിക്കൽ കോമ്പൗണ്ടിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ മോളിബ്ഡെനം ഡൈസൾഫൈഡും ടങ്സ്റ്റൺ ഡൈസൾഫൈഡും സ്പേസ് വെഹിക്കിളിൽ ലൂബ്രിക്കന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. വാക്യത്തിൽ പോലും ലൂബ്രിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. ഈ പ്രൊഡക്റ്റ് മറ്റുള്ള ഓയിൽ അഡിറ്റീവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു സോളിഡ് ടൈപ്പ് ഓയിൽ അഡിറ്റീവ് ആണ്. അപ്പോൾ പലർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ്, ഇത് ഓയിൽ ഫിൽറ്ററിലും ഓയിൽ പമ്പിലും പോയി ചോക്ക് ചെയ്ത് വണ്ടി കംപ്ലൈന്റ് ആക്കി നിർത്തോ എന്നുള്ളത്. അത് ശരിക്കും ഒരു തെറ്റ്. ഇതിലുള്ള കമ്പോണൻസ് 0.3 മൈക്രോൺ സൈസ് ഉള്ള കമ്പോണൻസ് ആണ്. ന് മാക്സിമം 40 മൈക്രോൺ സൈസ് ഉള്ള കമ്പോണന്റുകളെ കടത്തിവിടാൻ സാധിക്കും. അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട. പിന്നെ അടുത്തുള്ളൊരു ഡൗട്ട് എന്താ വെച്ചാൽ MOS² ആയതുകൊണ്ട് തന്നെ ഓക്സിഡൈസേഷൻ സംഭവിക്കുമോ ഹൈ ടെമ്പറേച്ചറിൽ പോകുമ്പോ എന്നുള്ളത്. എഞ്ചിൻ കൂടുതലും ഹൈ ടെമ്പറേച്ചറിലാണല്ലോ വർക്ക് ചെയ്യാറുള്ളത്. ഓക്സിഡൈസേഷൻ സംഭവിക്കണമെങ്കിൽ മിനിമം 400 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ഹീറ്റ് വേണം. നമ്മുടെ കയ്യിലുള്ള മോട്ടോർ സൈക്കിൾസ് ഏതും 200 ഡിഗ്രി സെൽഷ്യസിന് മേലെ ഹീറ്റ് ആവാറില്ല. അപ്പോൾ ആ ടെൻഷൻ നമുക്കുള്ള. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു മെയിൻ കാര്യം മൈൻഡിൽ വെക്കണം. എന്താ വെച്ചാൽ യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഇതിന് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ കൂടുതൽ ഇത് ഉപയോഗിക്കരുത്. കാരണം നമ്മുടെ കയ്യിലുള്ളത് വെറ്റ് ക്ലച്ച് ടൈപ്പ് മോട്ടോർ സൈക്കിൾസ് ആണ്. ഇത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കും എന്നാണല്ലോ ലിക്വിമോളി അവകാശപ്പെടുന്നത്. പക്ഷേ ക്ലച്ചിനാണെങ്കിലോ ഫ്രിക്ഷൻ ഇല്ലാണ്ട് നേരെ വർക്ക് ചെയ്യാനും പറ്റൂല. അപ്പോൾ ഓവർ യൂസ് ചെയ്താൽ ക്ലച്ച് വർക്കിംഗ് തെറ്റിക്കുന്നുള്ളതിന് ഒരു ഡൗട്ടും വേണ്ട. ലിക്വിമോളി പറയുന്ന ക്വാണ്ടിറ്റി എന്താ വെച്ചാൽ 1 ലിറ്റർ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി ഉള്ള ഒരു മോട്ടോർ സൈക്കിളിന് 20 ml ഈ ഒരു ട്യൂബ് മതിയാവും. ഈ ഒരു ട്യൂബിന്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 250. പിന്നെ ഇത് എല്ലാ ടൈപ്പ് എഞ്ചിൻ ഓയിലും യൂസ് ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. മിക്സ് ചെയ്യാം. ഓയിൽ നല്ല രീതിക്ക് കറുപ്പ് കളറായിട്ട് ഇത് ആഡ് ചെയ്തപ്പോൾ അത് പേടിക്കുന്ന വേണ്ട. അത് എൻ്റെ ഒരു കളർ തന്നെയാണ്. ഇത് ഏകദേശം ഈ കളറായിട്ട് ചുവപ്പ് കളറിലിരുന്ന ഓയിലാണ്. നല്ല രീതിക്ക് മിക്സായി. ഇനി നമുക്ക് ഇത് എഞ്ചിനിലേക്ക് ഒഴിക്കാം. ഓക്കെ, നമുക്കിനി ലിക്വിമോളി MOS² ഓയിൽ അഡിറ്റീവിനെ പറ്റി സംസാരിക്കാം. നമ്മളിത് യൂസ് ചെയ്തത് മോട്ടൂർ 7100 എഞ്ചിൻ ഓയിലിന്റെ ആണ്. എനിക്ക് ഫസ്റ്റ് ചേഞ്ച് എന്താ വെച്ചാൽ എഞ്ചിൻ വൈബ്രേഷൻ നല്ല രീതിക്ക് കുറഞ്ഞു. പിന്നെ റിഫൈൻമെന്റ് കുറച്ചുകൂടെ കൂടിയ പോലെ തോന്നി. പിന്നെ അടുത്തൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഗിയർ ഷിഫ്റ്റ് എല്ലാം നല്ല ക്രിസ്പ് ആൻഡ് നീറ്റ് ആയിട്ട് മാറാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു ഗുണം എന്താ വെച്ചാൽ മൈലേജിന്റെ ഇമ്പ്രൂവ്മെന്റ് ആണ്. മൈലേജിന്റെ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു മിക്സഡ് റൈഡാണ് ചെയ്തത്. സിറ്റീസും ഹൈവേ എല്ലാം കവർ ചെയ്യുന്ന റൈഡ് നല്ല രീതിക്ക് കൈ കൊടുത്ത് ഓടിച്ചാണ്. എന്നിട്ടും 3 to 4 കിലോമീറ്റേഴ്സ് മൈലേജ് ഇൻക്രീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എഞ്ചിൻ വെയറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് ശരിക്കും ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഓയിൽ ഡ്രെയിൻ ചെയ്ത് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓയിൽ ഒഴിച്ചതല്ലേ ഉള്ളൂ. നമുക്ക് അത് ഡ്രെയിൻ ചെയ്യുമ്പോൾ വേറൊരു വീഡിയോയിൽ പറയാം. പിന്നെ ഈ പ്രൊഡക്റ്റ് എന്നോട് വാങ്ങണമെന്ന് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായും വാങ്ങിക്കാം. നിങ്ങളുടെ ബൈക്കിന് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് എന്തെങ്കിലും കിട്ടും, മൈലേജ് കൂടും, റിഫൈൻമെന്റ് കൂടും, അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഓക്കെ, നമുക്ക് വേറൊരു വീഡിയോ പിന്നെയും കാണാം.